നിങ്ങളുടെ ECG മെഷീനിൽ വേവ് ഫോംസ് കറക്റ്റായി വരുന്നില്ലേ എങ്കിൽ നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇത് ഞങ്ങൾക്ക് സർവീസിന് വന്നൊരു ECG മെഷീനാണ് കോമന്റ്. നിങ്ങൾ ECG എടുക്കുന്ന സമയത്ത് ECG വേവ് ഫോംസ് കറക്റ്റായി വരുന്നില്ലെങ്കിൽ അത് മെഷീൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമാകണമെന്നില്ല. ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് മെഷീൻ്റെ ക്ലാമ്പ് ഇലക്ട്രോഡും ബൾബ് ഇലക്ട്രോഡിനും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നാണ്. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബൾബ് ഇലക്ട്രോഡും ക്ലാമ്പ് ഇലക്ട്രോഡും എല്ലാ ദിവസത്തെ യൂസിന് ശേഷം നല്ലപോലെ IP ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് വെക്കുക. സർവീസിന് വന്നേക്കുന്ന ECG മെഷീൻ്റെ ഭാഗത്ത് വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കസ്റ്റമർ ഇതിൻ്റെ ECG ക്ലാമ്പ് ഇലക്ട്രോഡ് പ്രോപ്പറായി ക്ലീൻ ചെയ്യാതെ വെച്ചതുകൊണ്ട് വന്ന പ്രശ്നമാണ്. ഇത് നല്ല രീതിയിൽ കൊറോഷൻ ആയിട്ടുണ്ട് ക്ലാമ്പ് ഇലക്ട്രോഡ്. ജസ്റ്റ് ക്ലാമ്പ് ഇലക്ട്രോഡ് മാറ്റിയാൽ മതിയാകും. ECG കേബിളിലും വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. നിങ്ങളുടെ ECG മെഷീനിൽ വേവ് ഫോംസ് കറക്റ്റായി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ക്ലാമ്പ് ഇലക്ട്രോഡിൻ്റെയും ബൾബ് ഇലക്ട്രോഡിൻ്റെയും കണ്ടീഷനാണ്. അതുപോലെ ഏതെങ്കിലും സ്പെസിഫിക് ആയ ഏതെങ്കിലും ECG ലീഡ്സ് പ്രിന്റിൽ വരുന്നില്ലെങ്കിൽ അത് കേബിളിൻ്റെ പ്രശ്നങ്ങളോ മൂലമാകാം. നിങ്ങൾ ECG കേബിളിനോ ക്ലാമ്പ് ഇലക്ട്രോഡിനോ ബൾബ് ഇലക്ട്രോഡിനോ പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷവും മെഷീനിൽ പ്രോബ്ലം തുടരുകയാണെന്നുണ്ടെങ്കിൽ അത് ആംപ്ലിഫയർ ബോർഡിൻ്റെയോ മദർ ബോർഡിൻ്റെയോ കംപ്ലൈൻറ്റ് കൊണ്ടാകാം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളൊരു വിദഗ്ധരായ ഒരു ടെക്നീഷ്യൻ്റെ സേവനം തേടേണ്ടതായി വരും. 80% കേസുകളിലും ECG വേവ് ഫോംസ് കറക്റ്റായി വരാത്തതിൻ്റെ കാര്യം ECG കേബിളിൻ്റെയോ ബൾബ് ഇലക്ട്രോഡിൻ്റെയോ ക്ലാമ്പ് ഇലക്ട്രോഡിൻ്റെയോ പ്രശ്നങ്ങൾ മൂലമാണ്. അല്ലാതെ നിങ്ങൾക്ക് മെഷീൻ സംബന്ധമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാഗ് മെഡിക്കെയറിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞങ്ങൾക്ക് ബോർഡ് ലെവൽ, ചിപ്പ് ലെവൽ സർവീസ് അവൈലബിൾ ആണ്.